നമ്മളിപ്പോൾ ഉള്ളത് അരുവിക്കരയിലാണ്. നമ്മൾ മറ്റൊരു വീട്ടിലോട്ട് വരികയാണ്. നമ്മൾ ഈ വീട് കയറിയുള്ള അലച്ചിൽ തുടരുകയാണ്. രാഷ്ട്രീയ നേതാക്കൾക്കൊപ്പം നമ്മളും. ഹലോ, രണ്ടുപേരും ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. എന്താ പേര്? സായുജ്യ. മോളുടെ പേരെന്താ? വൈഷ്ണവി. മോളുടെ പേരെന്താ? നവമി. ഓക്കെ. മോളുടെ പേരെന്താ? ശ്രീപാർവതി. എല്ലാവരും ഈ വീട്ടിലെ കുട്ടികളാണോ? അല്ല, പല വീടുകളിൽ നിന്നുള്ളവരാണ്. ഈ വീട്ടിലെ ഗൃഹനാഥനോ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ഉണ്ടോ? ആരാണ്? ഗൃഹനാഥ ഇല്ല. അമ്മയാണ്. അമ്മ എന്ത് ചെയ്യുന്നു ഇവിടെ ഉള്ള? അമ്മ എന്ത് ചെയ്തിരുന്നു? എന്തെങ്കിലും? ഇല്ല. ഒന്നും ചെയ്തിട്ടില്ല. മോളെ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? 5 പഠിക്കുന്നു. മകനാണോ മകളാണോ? ഇവിടെ മകളാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ കുട്ടികളുടെ വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് അരുവിക്കരയിൽ ആണ്. ഒട്ടേറെ വർത്തമാനങ്ങളുണ്ട്. നമസ്കാരം. വീട്ടില് അച്ഛനാണ്. ഓക്കെ. എന്ത് ചെയ്തിരുന്നു? ഞാൻ എക്സ് സർവീസ് ആണ്. ഓക്കെ. ഇപ്പൊ എത്ര വർഷമായി സർവീസ് കഴിഞ്ഞു ഇവിടെ വന്നിട്ട്? 94 കഴിഞ്ഞിട്ട് വന്നു. മകൻ എന്ത് ചെയ്യുന്നു? മകൻ പോലീസിലാണ്. പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണ്. ഓക്കെ. എവിടെ വർക്ക് ചെയ്യുന്നത്? CM ഓഫീസിലാണ്. CMന്റെ ഓഫീസിലാണ്. ഓക്കെ. ശരി. ശരി. CMന്റെ ഓഫീസിൽ സെക്യൂരിറ്റി ചുമതലയാണോ? ഓക്കെ, ഫൈൻ. അപ്പോൾ നമ്മൾ ഈ യാത്ര, ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള യാത്ര ഇങ്ങനെ തുടർന്ന് ഇങ്ങനെ വരികയാണ്. നമ്മൾ മനോഹരമായ ഒരു മട്ടുപ്പാവ് കൃഷിയൊക്കെ മോളി കണ്ടു. നമ്മുടെ എനിക്കൊന്ന് സുഹൃത്തായിരിക്കുമല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളുടെ വിശേഷം കൂടെ നമുക്കൊന്ന് ചോദിക്കാം. ഓക്കെ. അതിനോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ കൂടി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് അരുവിക്കരയിലാണ്, ആറ്റിങ്ങൽ മണ്ഡലത്തിൽ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? UKG ഡിയിലാണോ പഠിക്കുന്നത്? ഓക്കെ. മോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? UKG സിയിലാണ് പഠിക്കുന്നത് അല്ലേ? ഇതിലാരാ പാട്ട് പാടുന്നേ? മോളാണോ പാട്ട് പാടുന്നത്? അതാണ്. മോളില് ഒരു പാട്ടൊന്ന് പാടിക്കൊണ്ട് നമുക്ക് തുടങ്ങാം. ഏത് പാട്ടാ പാടുക? I know. Yes. I know what safe touch, and I know what is unsafe touch. For our body, unsafe zones, a foreign number none should touch, except mommy, daddy, or my dog. If anyone touches unsafe zones, there are 4 things I will do. Loudest I will shout a no, and run to the safest place I know. Quickly tell my parents to, and with them call this number soon. 1100910 and call this number day or night. Wow, great. ഇത് ആരുടെ മകളാണ്? ഇവിടുത്തെയാണോ കുട്ടി? മകളാണ് അല്ലേ? അൺസേഫ് ടച്ച് എങ്ങനെയാണ് എന്ന് കുട്ടികളെ പഠിപ്പിക്കുന്ന മനോഹരമായൊരു കവിതയാണ് കിട്ടിയത്. 4 things you do when somebody touches you അല്ലേ? 4 കാര്യങ്ങൾ ചെയ്യും. ഏതൊക്കെയാണ് ചെയ്യുക മോളെ? ആ പാട്ടല്ലാതെ അറിയാമോ? എന്തൊക്കെയാണ് പറഞ്ഞേ? ആദ്യം ഒരാൾ അൺസേഫായിട്ട് ടച്ച് ചെയ്താൽ എന്ത് ചെയ്യും? വിളിച്ചു കൂവും അല്ലേ? ലൗഡായിട്ട് ഉറക്കെ ഷൗട്ട് ചെയ്യും അല്ലേ? രണ്ടാമത് എന്ത് ചെയ്യും? പേരൻസിനോട് പറയും അല്ലേ? പിന്നെ മൂന്നാമത് എന്ത് ചെയ്യും? പോലീസിനോട് പറയും അല്ലേ? അപ്പോൾ അൺസേഫായിട്ട് ആരെങ്കിലും നമ്മളെ ടച്ച് ചെയ്താൽ, മമ്മിയോ ഡാഡിയോ അല്ലാതെ ആരെങ്കിലും നമ്മളെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് മോള് പാടിയത്. ബ്യൂട്ടിഫുൾ ആണ്. ഇതൊരു മെസ്സേജ് കൂടിയാണ്. നമ്മൾ സാധാരണ സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കും. ഇപ്പോൾ പുതിയ കുട്ടികൾ ഇത് പഠിച്ചു വരേണ്ടതുണ്ട്. അനാവശ്യമായ ആളുകൾ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ കുട്ടികൾ എന്ത് ചെയ്യണം, ഏതാണ് സേഫ് ടച്ച്, ഏതാണ് അൺസേഫ് ടച്ച് എന്നത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ പിന്നെ മോളുടെയും കൂടി ഒരു പാട്ടാവാം. റെഡി? Twinkle twinkle ആണ് ഞങ്ങൾ പാടാൻ പോകുന്നത്. ശരി. Twinkle twinkle little star, how I wonder what you are, up above the where so high, like a llama in the sky. ഓക്കെ, വെരി ഗുഡ്. ഈ കുഞ്ഞിൻ്റെ ഉടമ എവിടെയാണ്? ഇവിടെ ഉണ്ടോ? എവിടെയാണ്? ഇദ്ദേഹമാണ്. ഓക്കെ മോളെ, വാ മോളെ, ഇരിക്കും. ഇവിടെ ഇരുന്നാട്ടെ. മോളുടെ പേരെന്താ? ശ്രീപാർവതി. അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ പ്രൈവറ്റ് കമ്പനിയിലാണ്. ഏത് ക്ലാസ്സിലാണ് മോള് പഠിക്കുന്നത്? അടുത്ത 6ാം ക്ലാസ്സിൽ. പരീക്ഷയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു 5ാം ക്ലാസ്സിലെ? ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ഏതാ? ഏറ്റവും ഇഷ്ടപ്പെട്ടത് മലയാളമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. മലയാളത്തിൽ കവിത ഇഷ്ടമാണോ? കാണാതെ അറിയാവുന്ന കവിത ഏതാ ഉള്ളത്? ഇപ്പോൾ ഒന്നും അറിയില്ല അല്ലേ? ഓക്കെ. അപ്പം മലയാളം ഇഷ്ടപ്പെട്ട മോളാണ്. അപ്പം നമുക്ക് ഒരു പാട്ട് പാടിയാലോ? ശരി. ഒരു പാട്ടും കൂടെ കേട്ടിട്ട് നമുക്കൊരു വാർത്തയിലേക്ക് വരാം. സുനിഷ ഇവിടെ കാത്തുനിൽപ്പുണ്ട്. സുനിഷയിലേക്ക് വരാം. ഒരു നിമിഷം. മിനുങ്ങും മിന്നുങ്ങേ മിന്നി മിന്നി തേടുന്നതാരേ, വരുമോ ചാരേ നിന്നച്ഛൻ. മിനുങ്ങും മിന്നുങ്ങേ മിന്നി മിന്നി തേടുന്നതാരേ, വരുമോ ചാരേ നിന്നച്ഛൻ. നെറുകിൽ തൊട്ടുതലോടി കഥകൾ പാടിയുറക്കാൻ, വരുമോ ചാരേ നിന്നച്ഛൻ. പുതുകനവാൽ മഷിയെഴുതി മിഴികളിലാദ്യം, ചിറകുകളിൽ കിലുകിലുങ്ങും തരിവളയേകി,
കുഞ്ഞിച്ചുണ്ടിൽ പൊന്നും തേനും തന്നു മാമൂട്ടി, പിച്ച പിച്ച വയ്ക്കാൻ കൂടെ വന്നു കൈനീട്ടി. മിനുങ്ങും മിന്ന മിനുങ്ങേ മിന്നി മിന്നി തേടുന്നതാരേ, വരുമോ ചാരേ നിന്നച്ഛൻ. സൂപ്പർ അല്ലേ? കഴിച്ചു കൊള്ളാം അല്ലേ? അടിപൊളിയായിട്ടുണ്ട് പാട്ട്. അപ്പോൾ നോക്കൂ, മനോഹരമായ പാട്ടുകൾ, മെസ്സേജുള്ള പാട്ട്, ഇതൊക്കെ നമ്മൾ കേട്ടു.